ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ക്രിസ്തീയ സഹോദരിയിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ സഹോദരിമാർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ. ഒരിക്കൽ കൂടി ഈ മാധ്യമത്തിലൂടെ ദൈവവചനം പങ്കുവയ്ക്കുവാൻ ദൈവം നൽകിയ അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നതോടൊപ്പം ഈ നിലയിൽ അവസരം ഒരുക്കി തന്ന ക്രിസ്തീയ സഹോദരി കൂട്ടായ്മയുടെ ചുമതല വഹിക്കുന്നവരോടുള്ള നന്ദിയും സ്നേഹവും പ്രാരംഭമായി അറിയിക്കുകയും ചെയ്യുന്നു. ദൈവവചനം അനേക വ്യക്തി ജീവിതങ്ങളെ നമുക്ക് മുൻപിൽ വരച്ചു കാട്ടുന്നുണ്ട്. ഓരോ ജീവിതങ്ങളിലും സംഭവിച്ച കാര്യങ്ങൾ നമുക്ക് രേഖയാക്കി കിട്ടിയിരിക്കുന്നത് അവരുടെ ജയപരാജയങ്ങളെ വിലയിരുത്തി നമ്മുടെ ജീവിതങ്ങളെ ദൈവഹിതപ്രകാരം ക്രമീകരിക്കേണ്ടതിനാണ്. അങ്ങനെയെങ്കിൽ മാത്രമേ ദൈവം പ്രസാദിക്കുന്ന ഒരു ജീവിതം നയിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. സങ്കീർത്തനങ്ങൾ 147:11 നാം വായിക്കുന്നു, ദൈവത്തെ ഭയപ്പെടുകയും തൻ്റെ ദയയിൽ പ്രത്യാശ വയ്ക്കുകയും ചെയ്യുന്നവരിൽ യഹോവ പ്രസാദിക്കുന്നു എന്ന്. ആ നിലയിൽ ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവത്തെ പ്രസാദിപ്പിക്കുകയും ചെയ്ത യഹൂദ ഭരിച്ച ഏറ്റവും ശ്രേഷ്ഠനായ രാജാക്കന്മാരിൽ ഒരുവനായിരുന്ന ഹിസ്കിയാവ് എന്ന വ്യക്തിയുടെ ജീവിതത്തിൽ നിന്നും ചില പാഠങ്ങൾ തുടർന്നുള്ള ദിവസങ്ങളിൽ നമുക്കൊരുമിച്ച് പഠിക്കാമെന്നാണ് കർത്താവിൽ ആഗ്രഹിക്കുന്നത്. ഈ പഠനം നയിക്കുന്ന അടിയനും കേൾക്കുന്ന നിങ്ങൾക്കും അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ ദൈവം സഹായിക്കട്ടെ. ഹിസ്കിയാവിനെ കുറിച്ച് പറയുന്നതിന് മുൻപ് നമ്മുടെ പഠനത്തിന് പ്രയോജനമാകും എന്നുള്ളതുകൊണ്ട് യഹൂദയെക്കുറിച്ചും ഇസ്രയേലിനെക്കുറിച്ചും അല്പമായി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. തങ്ങൾക്ക് ജാതികളുടേതുപോലെ ഒരു രാജാവിന് വേണമെന്ന് ആവശ്യപ്പെട്ട ഇസ്രായേൽ ജനത്തിന് ന്യായാധിപന്മാർക്ക് പകരം രാജാക്കന്മാരെ ലഭിച്ചപ്പോൾ ഇസ്രയേൽ ഭരിക്കുവാൻ ദൈവത്താൽ അഭിഷേകം ചെയ്ത് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ രാജാവായിരുന്നു ബെന്യാമിൻ ഗോത്രത്തിലെ കീശിൻ്റെ മകനായ ശൗൽ. എന്നാൽ ശൗലിൻ്റെ ഭരണം ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതായിരുന്നില്ല. ശൗലിൻ്റെ മരണത്തോടുകൂടി ദാവീദ് കടന്നു വന്നു. ദാവീദ് യഹൂദ ഗോത്രക്കാരനായിരുന്നു. എബ്രായ ഗോത്രങ്ങളെ ഒരുമിച്ച് നിർത്തി ഭരിക്കുവാൻ ദാവീദിനും ശലോമോനും മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ശലോമോൻ്റെ മരണത്തോടെ രാജ്യം രണ്ടായി വിഭാഗിക്കപ്പെട്ടു. ശലോമോൻ്റെ മകനായ യൊരോബെയാമിൻ്റെ കീഴിൽ 10 ഗോത്രങ്ങൾ പിരിഞ്ഞുപോയി വടക്കേ രാജ്യമായ ഇസ്രയേൽ സ്ഥാപിച്ചു. ബെന്യാമിൻ, യഹൂദ എന്നീ ഗോത്രങ്ങൾ ഉൾപ്പെടെ തെക്കേ രാജ്യം യഹൂദ എന്ന പേരിൽ അറിയപ്പെട്ടു. ഇസ്രയേലിൻ്റെയും യഹൂദയുടെയും ഭരണം നോക്കുമ്പോൾ 19 രാജാക്കന്മാർ ഇസ്രയേലിനെ ഭരിച്ചു. ഈ ഭരിച്ച 19 രാജാക്കന്മാരും ഏറ്റവും മോശമായിട്ടുള്ള ഭരണം കാഴ്ചവെച്ചവരാണ്. എന്നാൽ 20 പേരാണ് യഹൂദയെ ഭരിച്ചത്. അതിൽ 19 രാജാക്കന്മാരും ഒരു രാജ്ഞിയുമായിരുന്നു. ഇതിൽ നല്ല രീതിയിൽ ഭരണം നടത്തിയവരും മോശമായിട്ട് ഭരണം നടത്തിയവരുമുണ്ട്. 8 പേര് നല്ല രീതിയിൽ ഭരണം നടത്തിയെന്ന് പറയാം. അതിൽ ഏറ്റവും നല്ല രീതിയിൽ ഭരണം നടത്തിയ 2 വ്യക്തികളായിരുന്നു യോശിയാവും ഹിസ്കിയാവും. ഇതിൽ യഹൂദ ഭരിച്ച 13ാമത്തെ രാജാവായിരുന്നു ഹിസ്കിയാവ്. BC 715 മുതൽ 686 വരെ നീണ്ട 29 വർഷം ഹിസ്കിയാവ് യഹൂദ ഭരിച്ചു. തൻ്റെ പിതാവായ ആഹാസിൻ്റെ മരണശേഷം 25ാമത്തെ വയസ്സിലാണ് രാജാവായ ഭരണം ഏറ്റെടുക്കുന്നത്. ഹിസ്കിയാവിനെ കുറിച്ചുള്ള ചരിത്രം ദൈവവചനത്തിൽ നാം കാണുന്നത് 2 രാജാക്കന്മാർ 18 മുതൽ 20 വരെയും 2 ദിനവൃത്താന്തം 29 മുതൽ 32 വരെയും പിന്നീട് യെശയ്യാവ് 36 മുതൽ 39 വരെയുള്ള അധ്യായങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതിൽ യെശയ്യാവ് 36 മുതൽ 39 വരെയുള്ള അധ്യായങ്ങൾ യെശയ്യാവിൻ്റെ പുസ്തകത്തിലെ ചരിത്രഭാഗമായി വേർതിരിച്ചിരിക്കുമ്പോൾ തന്നെ ഇതിനെ ഹിസ്കിയാവിൻ്റെ പുസ്തകം എന്നും ചിലപ്പോൾ വിളിക്കാറുണ്ട്. 2 രാജാക്കന്മാരിൽ അവൻ്റെ രാഷ്ട്രീയവും വിദേശിയുമായ നേട്ടങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുമ്പോൾ 2 ദിനവൃത്താന്തത്തിൽ പ്രധാനമായും അവൻ്റെ മതപരമായിട്ടുള്ള കാര്യങ്ങളെ വിശദീകരിച്ചിരിക്കുന്നു. കൂടാതെ സദൃശവാക്യങ്ങൾ 25 മുതൽ 29 വരെയുള്ള അധ്യായങ്ങൾ ശലോമോൻ രചിച്ചതെങ്കിലും യഹൂദ രാജാവായിരുന്ന ഹിസ്കിയാവിൻ്റെ കാലത്ത് അവ എഴുതി ചേർത്തുവെന്ന് വേദപണ്ഡിതാക്കൾ അഭിപ്രായപ്പെടുന്നു. ശലോമോൻ്റെ ശേഷം ഏറെക്കുറെ മറ്റെല്ലാ രാജാക്കന്മാരെക്കാളും കൂടുതൽ സ്ഥലം വിശുദ്ധ വേദപുസ്തകത്തിൽ ഹിസ്കിയാവിന് വേണ്ടി വിനിയോഗിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഹിസ്കിയാവിൻ്റെ കാലഘട്ടത്തിൽ പ്രവചിച്ചിരുന്ന 2 പ്രവാചകന്മാരായിരുന്നു യെശയ്യാവും മീഖയും. ഹിസ്കിയാവിൻ്റെ പിതാവ് യഹൂദയിലെ 12ാമത്തെ രാജാവായിരുന്ന ആഹാസ്. ആഹാസ് എന്ന വാക്കിൻ്റെ അർത്ഥം കൈവശക്കാരൻ എന്നാണ്. അവൻ്റെ അമ്മയുടെ പേര് അബിയ.
അബി എന്ന വാക്കിൻ്റെ അർത്ഥം യഹോവ എൻ്റെ പിതാവ്. ഹിസ്കിയാവിന് മനശ്ശെ എന്നു പേരുള്ള ഒരു പുത്രനുണ്ടായിരുന്നു. ഹിസ്കിയാവിന് ശേഷം മനശ്ശെ യഹൂദയുടെ രാജാവായി. ഇനി നമുക്ക് ഹിസ്കിയാവ് എന്ന വാക്കിൻ്റെ അർത്ഥം നോക്കാം. ഹിസ്കിയാവ് എന്ന പേരിൻ്റെ അർത്ഥം യഹോവ എൻ്റെ ബലം. ദിനവൃത്താന്തത്തിൽ ഹിസ്കിയാവിന് യഹിസ്കിയാവ് എന്ന മറ്റൊരു പേരിലാണ് വിശദീകരിച്ചിരിക്കുന്നത്. 29 വർഷത്തെ ഭരണകാലത്ത് ഹിസ്കിയ രാജാവിന് ദൈവത്തിൻ്റെ ശക്തി ആവശ്യമായിരുന്നു. തൻ്റെ പേരിൻ്റെ അർത്ഥം പോലെ തന്നെ തൻ്റെ ജീവിതത്തിലുടനീളം യഹോവയുടെ ബലത്തിൽ താൻ യാത്ര ചെയ്തു. അതുകൊണ്ട് തന്നെ യഹൂദയിലെ ശ്രേഷ്ഠ രാജാക്കന്മാരിൽ ഒരു വ്യക്തിയായി മാറുവാനായിട്ട് ഹിസ്കിയാവിന് കഴിഞ്ഞു. ഹിസ്കിയാവിനെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോയ പല പട്ടണങ്ങളും തിരികെ പിടിച്ചെടുത്ത് രാജ്യത്തിൻ്റെ അതിർ വിസ്താരമാക്കി. രാജ്യത്തെ സാമ്പത്തിക സ്ഥിരത കൈവരിച്ചു. 2 ദിനവൃത്താന്തം 32-ാം അധ്യായത്തിൻ്റെ 27 മുതൽ 30 വരെയുള്ള ഭാഗങ്ങളാണ് നാം അത് കാണുന്നത്. കൂടാതെ ദേശത്തെ സുരക്ഷിതമാക്കുന്നതിന് ഒരു കൂട്ടം സൈന്യത്തെ നിയമിക്കുകയും അതിന് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യുകയും ചെയ്തു. 2 ദിനവൃത്താന്തം 32-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 7 വരെ നാം അത് വായിക്കുന്നു. ഇങ്ങനെ അനേക ഭരണപരിഷ്കാരങ്ങൾ കൊണ്ടുവന്ന് ജനത്തെ നല്ല രീതിയിൽ നടത്തുവാനായിട്ട് ഹിസ്കിയാവിന് കഴിഞ്ഞു. ദൈവത്തിലുള്ള വിശ്വാസത്താൽ ഹിസ്കിയാവ് നേടിയെടുത്ത ആത്മീയവും രാഷ്ട്രീയവുമായ വിജയങ്ങളെക്കുറിച്ചും യഹോവയോടുള്ള അവൻ്റെ ഭക്തിയും സ്വഭാവ സവിശേഷതകളും നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഹിസ്കിയാവിൻ്റെ ജീവിത വിജയത്തിൻ്റെ അടിസ്ഥാനം എന്നുള്ളത് ഒന്നാമതായിട്ട് അവൻ യഹോവയെ അന്വേഷിച്ചു. 2 ദിനവൃത്താന്തം 31-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യത്തിൽ നാം അത് വായിക്കുന്നു. അതുപോലെ 2 രാജാക്കന്മാർ 18-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ 6 കാര്യങ്ങൾ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. രണ്ടാമതായിട്ട് യഹോവയെ പ്രസാദിപ്പിച്ചു. മൂന്നാമതായിട്ട് നീക്കേണ്ടത് സകലതും നീക്കുവാൻ തീരുമാനിച്ചു. അതായത് വേർപാട് അവിടെ കാണുന്നു. നാലാമതായിട്ട് ദൈവത്തിൽ ആശ്രയിച്ചു, സ്വന്തം കഴിവിൽ ആശ്രയിച്ചില്ല. അഞ്ചാമതായിട്ട് നാം കാണുന്നത് ദൈവത്തോട് ചേർന്നിരുന്നു. ആറാമതായിട്ട് അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് നടന്നു. ഏഴാമതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു. നാം പലപ്പോഴും പറയാറില്ലേ, വെൽ ബിഗൺ ഹാഫ് ഡൺ. ഹിസ്കിയാവിൻ്റെ ജീവിതത്തിൽ നല്ല ആരംഭമുണ്ടായിരുന്നു. അത് അവന് നല്ലൊരു ജീവിതത്തിലേക്ക് അവസാനത്തിലേക്ക് എത്തിച്ചു. തുടർന്നുള്ള ദിവസങ്ങളിൽ ഹിസ്കിയാവിൻ്റെ ഈ ജീവിത വിജയത്തെക്കുറിച്ച് നമുക്ക് കൂടുതലായി ചിന്തിക്കാം. ഈ ചിന്തകളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.